എല്ലാവർക്കും നമസ്കാരം. പൂരി മിക്കവാറും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് അല്ലേ? അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ പലരുടെയും പരാതിയാണ് എണ്ണ ഒരുപാട് കുടിക്കുന്നു, അത് പിന്നെ ആ എണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷേ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അധികം എണ്ണ കുടിക്കാതെ പൂരി ഉണ്ടാക്കാം. ആ ടിപ്പുകളെക്കുറിച്ചും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മാവാണ് ഉണ്ടാക്കേണ്ടത്. അതിനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഗോതമ്പ് മാവ് എടുക്കാം. ഇനി അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ക്രിസ്പിനെസ്സും കൂടി ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളം ഒഴിച്ചതിനെ കുഴയ്ക്കണം. എല്ലാത്തിനും ആദ്യം നമ്മൾ അതിനൊന്ന് മിക്സ് ചെയ്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. പൂരി കുഴയ്ക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയാം. അധികം വെള്ളമൊഴിച്ച് കുഴയ്ക്കരുത്. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മാവായിരിക്കണം. പൂരിക്കും ചപ്പാത്തിക്കും കുഴയ്ക്കുന്ന മാവുകൾ തമ്മിലുള്ള വ്യത്യാസം തന്നെ അതുതന്നെയാണ്. ഈ റവ ചേർത്തത് കൊണ്ട് തന്നെ പുറമേ ഒരു ക്രിസ്പിനെസ്സും കിട്ടും. കുറച്ച് എണ്ണ കേട്ടോ, ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. 1 ടീസ്പൂണോളം എണ്ണ മാത്രം അതിലൊഴിച്ച് നമുക്ക് നന്നായി അതിനെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് കട്ടിയുള്ള മാവായിരിക്കണം നമ്മൾ പൂരിക്ക് ഉണ്ടാക്കുമ്പോൾ. ഒരിക്കലും നമ്മൾ ഭയങ്കര സോഫ്റ്റ് മാവായിരിക്കരുത്. കുഴച്ച് കഴിഞ്ഞതിലേക്ക് ഒരിത്തിരി എണ്ണ ആക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്. ഇനി ആ കറി ഉണ്ടാക്കുന്ന ടൈം വരെ ഞാനത് ഇവിടെ വെക്കുന്നുള്ളൂ. റവ ഇട്ടത് കൊണ്ടും കൂടിയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് പരത്തിയെടുക്കാൻ പോവാണ്. അതിനായിട്ട് ആ എണ്ണ മുകളിലാക്കിയതിനൊക്കെ ഞാൻ ഉള്ളിലേക്കാക്കി ഒന്നും കൂടി കുഴച്ചിരുന്നു. എന്നിട്ട് ഇതാ ചെറിയൊരു ബോൾ എടുത്തു. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് പൊടിയിൽ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പൊടിയിൽ ഡസ്റ്റ് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വലിപ്പത്തിൽ പരത്തിയെടുക്കാം. പക്ഷേ ഒരുപാട് തിക്കുമല്ല, ഒരുപാട് തിന്നുമല്ലാത്ത രീതിയിൽ ഒരു മീഡിയം തിക്നെസ്സിൽ വേണം എപ്പോഴും പൂരി പരത്തുവാനായിട്ട്. കണ്ടോ, ഈ തിക്നെസ്സിലാണ് നമ്മൾ പരത്തുന്നത്. എന്നാലേ നന്നാവുള്ളൂ. തിന്നായാൽ പൂരി വെണ്ണ കുടിക്കും. അപ്പോൾ ഇനി വറുത്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ ചട്ടുകം വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഫ്ലഫി പൂരി വരുള്ളൂ കേട്ടോ. പലരുടെയും പരാതിയാണ് ഈ ഫ്ലഫി പൂരി വരുന്നില്ല എന്നൊക്കെ. ചിലവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ കുടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പൂരി പോലുള്ള സാധനങ്ങൾ സൺഫ്ലവർ ഓയിലിലാണ് വറുത്തെടുക്കാറ്. ഇത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇത് ആവാറായിട്ടുണ്ട്. ഒരു സൈഡ് നന്നായി ആവട്ടെ. അപ്പം നമ്മുടെ നല്ല ക്രിസ്പിയും കുറച്ചൊരു ക്രിസ്പി ആയിരിക്കും ടോപ്പ് പോർഷൻ. പക്ഷെ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പിയും ഫ്ലഫി ആയിട്ടുള്ള പൂരി തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. ഡസ്റ്റ് ചെയ്യൽ ഒരുപാട് ഡസ്റ്റ് ചെയ്യാതെ നോക്കണം കേട്ടോ. ഒന്നും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. നമ്മൾ പൂരി പരത്തുമ്പോൾ ഒരുപാട് ഡസ്റ്റ് ചെയ്യരുത്. പിന്നെ ഇതാ ഇങ്ങനെ അമർത്തി കൊടുക്കാനും മറക്കരുത്. അപ്പോഴേ ഈ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി പൂരി വരുള്ളൂ. കുട്ടിപ്പട്ടാളത്തിനൊക്കെ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. ഒട്ടും തന്നെ അങ്ങനെ എണ്ണയൊന്നും ഒരുപാട് കുടിക്കില്ല, ഇത് ഉറപ്പാണ്. അപ്പം നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുക. ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും എണ്ണ കുടിക്കും കേട്ടോ പൂരി. അതൊന്ന് കറക്റ്റായി ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി പൂരി റെഡി ആയിട്ടുണ്ട്. ടോപ്പിൽ കുറച്ചൊരു ക്രിസ്പിനെസ് ഉണ്ട് കേട്ടോ, റവയൊക്കെ ഇട്ടതുകൊണ്ട്. എന്നാൽ അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ടിപ്പും ട്രിക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടും യൂസ്ഫുൾ ആയിട്ടും ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ടിപ്പും ട്രിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ ഫ്രണ്ട്സുമായിട്ടൊക്കെ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. ബൈ. താങ്ക് യു.